പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാനായി വീണ്ടും കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹത്തിനും ദൈവത്തിൻ്റെ കരുണയ്ക്കും നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ കരുണയാണ് വചനം പഠിക്കാൻ നമ്മെ സഹായിക്കുന്നത്. കരുണയാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ലോകത്തിലേക്ക് മാത്രം തിരിഞ്ഞിരിക്കുന്ന, ലോകത്തെ മാത്രം വലുതായി കാണുന്ന, ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ നടുവിൽ ഒരു ന്യൂനപക്ഷത്തിന് നിത്യതയിലേക്ക് നോക്കാനും ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്താനും സ്വർഗീയ കാര്യങ്ങളിൽ ഔത്സുക്യവും താല്പര്യവും ഉണ്ടാകുവാനും ഇടയാകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടല്ലാതെ സാധ്യമാവുകയില്ല എന്ന് നമുക്ക് നന്നായി അറിയാം. അത് ദൈവകൃപയിൽ മാത്രമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അപ്രകാരം ഒരു ദൈവകൃപ, ദൈവത്തെ തേടാൻ, വചനം പഠിക്കാൻ ദൈവം നമുക്ക് ഈ നാളുകളിൽ തരുന്നതോർത്ത് നന്ദി പറയാം. അതിന് ആവശ്യമായ സംവിധാനങ്ങളും സാഹചര്യങ്ങളും അവസരങ്ങളും സമയവും ആരോഗ്യവുമെല്ലാം നമുക്കെല്ലാവർക്കും ദൈവം ഒരുക്കി തരുന്നതിന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ കന്യകാമാതാവിനോട് മധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. വചനത്തെ മാംസമായി നമുക്ക് സമ്മാനിക്കുന്നത് അമ്മയാണ്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ് നാം ഇന്ന് ഈ എപ്പിസോഡ് ആരംഭിക്കേണ്ടത്. 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു ഭാഗം അവസാനിപ്പിച്ചത്. യേശുവിൽ വിശ്വസിച്ച ജനങ്ങളെ യേശു വിശ്വസിച്ചില്ല. അടയാളങ്ങൾ കണ്ടതുകൊണ്ട് അവനിൽ അനേകം പേർ വിശ്വസിച്ചു. അവനാകട്ടെ അവരെ ആരെയും വിശ്വസിച്ചില്ല. കാരണം മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു. അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. 3-ാം അധ്യായം ഒരു സംവാദം, ഒരു സംഭാഷണമാണ്. യഹൂദ പ്രമാണിയായിരുന്ന, പണ്ഡിതനായിരുന്ന, എന്നാൽ ദൈവത്തെ അന്വേഷിക്കാൻ സത്യസന്ധത ജീവിതത്തിൽ പുലർത്തിയിരുന്ന നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണിയും യേശുവും തമ്മിൽ രാത്രിയിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് 3-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. നമുക്ക് ഈ 3-ാം അധ്യായം വളരെ ഗൗരവമുള്ള ഒരധ്യായമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ എല്ലാ അധ്യായങ്ങളും ഗൗരവമുള്ളതാണ്. എന്നാൽ കുറേ കൂടി ആഴമുള്ള അധ്യായങ്ങൾ വരുമ്പോൾ അത് കുറേ കൂടി സമയമെടുത്ത് നാം പഠിക്കേണ്ടതുണ്ട്. നമുക്കതുകൊണ്ട് അതിലെ ഓരോ വാക്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. ഈ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, ഫരിസേയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. യേശുവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദന്മാർ പല തട്ടുകളിലായി വിഭജിക്കപ്പെട്ടിരുന്നു. യഹൂദ മതം വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. നമുക്കറിയാം, ക്രിസ്തു വർഷത്തിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ, അതുപോലെ തന്നെ ക്രിസ്തുവിന് മുൻപുള്ള BC-യുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ യഹൂദ മതം റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. നമ്മൾ ആ ചരിത്രത്തിലേക്ക് അല്പം ഒന്ന് തിരിഞ്ഞു പോകുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ ഈ പല മാറി മാറി വന്ന സാമ്രാജ്യങ്ങളുടെ കീഴിൽ ഞെരിഞ്ഞമർന്ന് ശ്വാസം മുട്ടിയിരുന്ന ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ, ജീവിക്കാനുള്ള തത്രപ്പാടിൻ്റെ സങ്കടകരമായ ഏടുകൾ ബൈബിൾ വിവരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയ ജനത 70 വർഷത്തിന് ശേഷം എസ്രാ, നെഹമിയ, സെറുബാബേൽ, യഹോഷാഫാത്ത്
ഹഗ്ഗായി, സക്കറിയ തുടങ്ങിയ നേതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും നേതൃത്വത്തിൽ മടങ്ങി വരികയും മടങ്ങി വന്നതിന് ശേഷം രണ്ടാം ദേവാലയം എന്നറിയപ്പെടുന്ന സെറുബാബേലിൻ്റെ ദേവാലയം എന്നറിയപ്പെടുന്ന സെക്കൻഡ് ടെമ്പിൾ പണി കഴിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ കാണുന്നത് ആ ജനത വീണ്ടും പെർഷ്യക്കാരുടെ അടിമത്തത്തിൽ, അതിനുശേഷം പിന്നീട് ഗ്രീക്കുകാരുടെ അടിമത്തം, പിന്നീട് ഗ്രീക്കുകാരെ റോമൻ സാമ്രാജ്യം പരാജയപ്പെടുത്തുമ്പോൾ റോമാക്കാരുടെ അടിമത്തത്തിലായിരുന്നു ഈ ജനത. ഗ്രീക്കുകാരോട് യുദ്ധം ചെയ്ത് അതിജീവിക്കാൻ പരിശ്രമിച്ചത് മക്കബായരാണ്. യൂദാസും ഷിമിയോനും യോനാഥനും ഒക്കെ അടങ്ങിയ മക്കബായരുടെ കുടുംബമാണ് ഗ്രീക്കുകാരോട്, യവനരോട് യുദ്ധം ചെയ്ത് യഹൂദ മതത്തിൻ്റെ തനിമയെയും അതിൻ്റെ വ്യക്തിത്വത്തെയും കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിച്ചത്. പിന്നീട് റോമൻ സാമ്രാജ്യം എത്തുമ്പോഴേക്കും സാമന്ത രാജ്യങ്ങളായി ഈ രാജ്യത്തെ അവർ വിഭജിക്കുകയും ഓരോ പ്രോവിൻസിൻ്റെയും ഉത്തരവാദിത്വം ഓരോ രാജാക്കന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഹെറോദേസ് യൂദയ ഭരിച്ചിരുന്നു. അതുപോലെ തന്നെ ഫിലിപ്പ് ഭരിച്ചിരുന്ന പ്രദേശത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പീലാത്തോസിനെ പോലെയുള്ള ആളുകൾ ഈ ജനതയുടെ നേതൃത്വത്തിനായി റോമാക്കാർ നിയമിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഈ ജനത തങ്ങൾക്ക് ഒരു വീണ്ടെടുപ്പുണ്ടാകാൻ എന്താണ് പോംവഴി എന്ന് ചിന്തിക്കുമ്പോൾ ആ ചോദ്യത്തിന് അവർ ഉത്തരം കണ്ടെത്തിയ വിധത്തിൻ്റെ വെളിച്ചത്തിൽ അവർ പല തട്ടുകളിലായി വിഭജിക്കപ്പെട്ടിരുന്നു. അതായത് ഒരു കൂട്ടം ആളുകൾ, ഉദാഹരണത്തിന് ഒരു പ്രീസ്ലി അരിസ്ട്രോക്രസി, പൗരോഹിത്യം, അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെയധികം ഉന്നത നിലയിലെത്തിയിരുന്ന ഒരു പൗരോഹിത്യ വർഗം, ആ പ്രീസ്ലി ക്ലാസ് അവരായിരുന്നു സദൂക്കായർ. അപ്പോൾ അവരിലെ ഒരു നല്ല വിഭാഗമാണ് സദൂക്കായർ. ആ സദൂക്കായർ ഈ ഔദ്യോഗിക ഭരണപക്ഷവുമായി ചേർന്ന്, ഉദാഹരണത്തിന് റോമൻ സാമ്രാജ്യവുമായി ചേർന്ന് മനസ്സുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു ജനതയാണ്. അതുപോലെ തന്നെ ചുങ്കക്കാർ റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി ടാക്സ്, കപ്പം, നികുതി, ചുങ്കം കളക്ട് ചെയ്ത് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നവരാണ്. സാമാന്യ ജനം ദിശാബോധമില്ലാതെ ഒരു മഹാഭൂരിപക്ഷം സാമാന്യ ജനം ജീവിച്ചിരുന്നു. പിന്നെ ആ കൂട്ടത്തിൽ കുറേ തീവ്രവാദികളുണ്ട്. തീവ്രവാദിയായ ശിമോൻ എന്നൊക്കെ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ അടയാളപ്പെടുത്തുന്നത് പോലെ ഈ തീവ്രവാദികൾ അവർ ആയുധമെടുത്ത് പോരാടി റോമൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്താൻ പരിശ്രമിച്ചിരുന്നു. ഈ കൂട്ടത്തിലെ സദൂക്കായരെ ഒരു വ്യത്യസ്ത ക്ലാസ്സായി കാണുന്നത് പോലെ, ചുങ്കക്കാരെ ഒരു പ്രത്യേക വിഭാഗമായി കാണുന്നത് പോലെ, തീവ്രവാദികളെ വേറൊരു വിഭാഗമായി കാണുന്നത് പോലെ, നാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു വിഭാഗമാണ് ഫരിസേയർ. ഫാരിസി എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്ന ഒരു വിഭാഗം എന്നായിരുന്നു അതിൻ്റെ ഏകദേശ ഒരു സാമാന്യധാരണ. ഒരു വേർപാട് പാലിക്കുന്ന ജനത, തങ്ങളെ തന്നെ വേർതിരിച്ച് കാണുന്ന യഹൂദന്മാരിലെ ഒരു പ്രത്യേക വർഗം, വിശുദ്ധരായി തങ്ങളെ തന്നെ കരുതിയിരുന്ന ഒരു ജനമാണത്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഫാരിസി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനൊരു വളരെ നിഷേധാത്മകമായ ഭാവമുണ്ട്, ഒരു നെഗറ്റീവ് ടോണുണ്ട്. പക്ഷേ അന്നത്തെ ഫരിസേയർ അതിൻ്റെ ആ ആരംഭകാലത്ത്, അല്ലെ പരിസേയ മതത്തിൻ്റെ, പരിസേയ വിഭാഗത്തിൻ്റെ ആരംഭകാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന ഒരർത്ഥമല്ല പരിസേയർ എന്ന ആ ആശയത്തിനുള്ളത്. അവർ തങ്ങളെ തന്നെ വിശുദ്ധ ജനതയുടെ ഭാഗമായി കണ്ടിരുന്നവരാണ്. അവർ തങ്ങളെ തന്നെ തദ്ദേശവാസികളുമായോ വിജാതീയരുമായോ ഇടകലർന്ന് അശുദ്ധമാകാതെ കാത്തു സൂക്ഷിച്ച, ഒരു പരിധിവരെ നിയമങ്ങൾ അന്യൂനമായി, നിയമം അഭംഗമായി പാലിച്ചിരുന്ന ഒരു ജനതയാണ് ഫരിസേയർ. അപ്പോൾ അവരെ നമ്മൾ ഇന്ന് ഫരിസേയർ എന്ന് പറയുമ്പോൾ കാണുന്ന ഒരു അവജ്ഞയോടെ കാണാൻ പാടില്ല. മറിച്ച് ഫരിസേയർ യഥാർത്ഥത്തിൽ തങ്ങളുടെ വിശ്വാസത്തെയും മതത്തെയും ആചാരങ്ങളെയും ദൈവം അനുശാസിച്ച വിധത്തിൽ കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരുന്ന ഒരു ജനതയാണ്.
ഞാൻ പരിസേയരെ വെള്ളപൂശുകയല്ല, മറിച്ച് ക്രിസ്തു പോലും വളരെ നിശിതമായി വിമർശിച്ചിരുന്ന ഒരു ജനതയെ വൈറ്റ് വാഷ് ചെയ്യാനല്ല എൻ്റെ പരിശ്രമം, മറിച്ച് നമ്മൾ കാര്യങ്ങളെ അതായിരുന്ന അവസ്ഥയിൽ കാണണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പരിസേയരെന്ന് പറയുമ്പോൾ അവരെല്ലാവരും മോശക്കാരായിരുന്നു, അവരെല്ലാവരും മോശപ്പെട്ട ആളുകളായിരുന്നു എന്ന അർത്ഥത്തിൽ കാണാൻ പാടില്ല. മറിച്ച് പരിസേയർ യഹൂദ മതം റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ശ്വാസം മുട്ടി ഞെരിഞ്ഞമർന്ന് ജീവിക്കുന്ന ഒരു സമയത്ത് തങ്ങളുടെ വിശ്വാസത്തെയും ആചാരങ്ങളെയും മതബോധത്തെയും അഭങ്കുരമായി അന്യൂനമായി കാത്തു സൂക്ഷിക്കാൻ ജീവിതം സമർപ്പിച്ചിരുന്ന ആളുകളാണ്. എന്നാൽ ഈ പരിസേയർ ആ മതബോധത്തെ കാത്തു സൂക്ഷിക്കാൻ കണ്ടെത്തിയ വഴി എന്ന് പറയുന്നത് തങ്ങളെ തന്നെ ഒരു വിശിഷ്ട വിഭാഗമായി കാണുകയും മറ്റുള്ളവരെ അവജ്ഞയോടെ കാണുകയും ചെയ്തുകൊണ്ടായിരുന്നു എന്നതാണ് അവരുടെ പരാജയം ആയി നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പരിസേയർ അവർ ആചാരങ്ങളെല്ലാം കൃത്യമായി പാലിക്കാൻ പരിശ്രമിച്ചിരുന്നു. അവർ മോശയിലൂടെ ദൈവം കൽപ്പിച്ചു തന്ന 613 നിയമങ്ങളും കൃത്യമായി പാലിക്കാൻ പരിശ്രമിച്ചിരുന്ന ഒരു ജനതയായിരുന്നു. അവർ തങ്ങളെ തന്നെ വിശുദ്ധരായി കണ്ടിരുന്നൊരു ജനതയായിരുന്നു. ഈ ജനതയിൽപ്പെട്ട ഒരാളാണ് നിക്കോദേമോസ്. അതുകൊണ്ട് നിക്കോദേമോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വ്യക്തി നമ്മുടെ വായനാബോധത്തിലേക്ക് കയറി വരുമ്പോൾ ആ വ്യക്തിയെ നെഗറ്റീവായി കാണണ്ട എന്ന് പറയാനാണ് ഞാൻ ഇത്രയും ആമുഖം പറഞ്ഞത്. അതായത് തങ്ങളുടെ മതത്തെ ദൈവികമായ ഒരു സംവിധാനത്തിൽ കാത്തു സൂക്ഷിക്കാൻ തങ്ങൾ ശരിയാണെന്ന് വിചാരിച്ചൊരു വഴിയിലൂടെ ജീവിച്ച് മുന്നോട്ട് പോയ ഒരു ജനത, ആ ജനതയിൽപ്പെട്ട ഒരാൾ എന്ന വിധത്തിൽ മനസ്സിലാക്കിയാൽ മതിയാവും. ഫരിസേയൻ എന്ന് പറഞ്ഞ് നിക്കോദേമോസിനെ മാറ്റി നിർത്തണ്ട. നിക്കോദേമോസ് തൻ്റേതായ വിധത്തിൽ തൻ്റെ ദൈവം വെളിപ്പെടുത്തി തന്ന മതബോധത്തെ, ബോധ്യങ്ങളെ, ആചാരങ്ങളെ നിലനിർത്താൻ, നന്നായി കൊണ്ടുപോകാൻ പരിശ്രമിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ, ഫരിസേയരിൽ നിക്കോദേമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. പ്രമാണി എന്നാണ് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ അത് റൂളർ എന്നാണ്. റൂളർ, ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആ ഫരിസേയ വിഭാഗത്തിലെ ഒരു കൂട്ടം ആളുകളുടെ തലവനായിരുന്നു. മാത്രമല്ല അദ്ദേഹം സെൻഹദ്രീൻ സംഘത്തിലെ അംഗവുമായിരുന്നു. നമുക്കറിയാം, യഹൂദന്മാരുടെ പരമോന്നത നീതിപീഠമാണ് സെൻഹദ്രീൻ സംഘം. യഹൂദൻ്റെ സുപ്രീം കോടതിയാണ് സെൻഹദ്രീൻ സംഘം. അപ്പോൾ അത് നിയന്ത്രിച്ചിരുന്ന 72 ആളുകളിൽ ഒരാളായിരുന്നു നിക്കോദേമോസ്. അപ്പോൾ ഈ നിക്കോദേമോസ് രാത്രിയിൽ യേശുവിനെ കാണാനെത്തുകയാണ്. അപ്പോൾ ഇദ്ദേഹം യേശുവിനെ കാണാനെത്തിയതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹം യേശുവിനെ കാണാനെത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജെറുസലേമിൽ യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ അദ്ദേഹം കണ്ടിരുന്നു. ജെറുസലേമിൽ യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ അനേകം പരിസേയർ കണ്ടിരുന്നു. അവരിൽ നിന്ന് നിക്കോദേമോസിനെ വ്യത്യസ്തനാക്കിയത് എന്താണ് എന്നാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. എല്ലാവരും കണ്ട കാഴ്ചകൾ തന്നെയാണ് അദ്ദേഹവും കണ്ടത്. പക്ഷേ ആ കാഴ്ചകളെ അദ്ദേഹം നോക്കിക്കണ്ട, വിലയിരുത്തിയ രീതി വ്യത്യസ്തമായിരുന്നു. നിക്കോദേമോസിനെ വ്യത്യസ്തനാക്കിയത് എന്താണ്? 2-3 ഘടകങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഒന്നാമത്തേത്, അദ്ദേഹം തൻ്റെ മതത്തോട് വളരെ സത്യസന്ധത പുലർത്തിയ ഒരാളായിരുന്നെങ്കിലും ആക്ച്വലി ഹി വാസ് ഫെഡ് അപ്പ് വിത്ത് ഹിസ് റിലിജൻ. തൻ്റെ മതം അയാൾക്ക് മടുത്തു ഉണ്ടായിരുന്നിരിക്കണം. അയാൾ യേശുവിനെ പോലെ ഒരാൾ സമൂഹ മധ്യത്തിലേക്ക് പുതിയൊരു ദിശാബോധത്തിൻ്റെ കാഹളധ്വനിയുമായി പ്രത്യക്ഷനാകുമ്പോൾ അങ്ങനെ ഒരാളെ ഗൗരവമായി എടുക്കാൻ തക്ക വിധം അയാൾ തൻ്റെ മതത്തിലെ ഒരു പുതിയ വഴിത്താര തുറക്കപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നിരിക്കണം. അയാൾ തൻ്റെ കൺമുമ്പിൽ അരങ്ങേറുന്ന കെട്ടുകാഴ്ചകളിൽ ഭ്രമിച്ചു പോയ ഒരാളല്ലായിരുന്നു. അയാൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ
ഇന്നത്തെ പുതിയ നിയമഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അഹംഭാവങ്ങളും നാട്യങ്ങളും ജാടകളുമില്ലാതെ ഈ മനുഷ്യൻ യേശുവിനെ കാണാനെത്തുകയാണ്. നിക്കോദെമോസ് എന്ന മനുഷ്യനിൽ നിന്ന് നാം ആദ്യം പഠിക്കേണ്ടത്, ദൈവം ഒരു പുതിയ പന്ഥാവ് വെട്ടി തുറക്കുമ്പോൾ അയാൾ അതിനോട് പുറംതിരിഞ്ഞ് നിന്നില്ല എന്നതായിരുന്നു അയാളുടെ നന്മ എന്നുള്ളതാണ്. ഇത് എനിക്ക് നിങ്ങൾക്കും ബാധകമാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മൾ ജീവിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ഏറ്റുപറയുന്ന ഒരു വിശ്വാസത്തെ ഗൗരവമായി എടുക്കുന്ന വ്യക്തികളിൽ ഉണ്ടാകേണ്ട ഒരു നല്ല പ്രവണത എന്ന് എനിക്ക് തോന്നുന്നത്, നമ്മളെപ്പോഴും ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് തുറവിയുള്ളവരായിരിക്കണം എന്നതാണ്. വിശ്വാസം കൊണ്ട് അന്ധരായി പോകുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും സംഭവിക്കുമ്പോൾ ചില സാമ്പ്രദായിക ധാരണകളുടെ വേരുറച്ചുപോയ പശ്ചാത്തലങ്ങളിൽ അതിനെ ഒരിക്കലും സ്വീകരിക്കാനാവാത്ത വിധം, പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ സ്വീകരിക്കാനാവാത്ത വിധം ഹൃദയം അടച്ചു കളഞ്ഞ ഒരു ജനത നമ്മുടെ ഇടയിലുണ്ട്. നിക്കോദെമോസ് അവർക്ക് നേരെ ഒരു പ്രകോപനത്തിൻ്റെ ആൾരൂപമായി, ഒരു വെല്ലുവിളിയായി നിലകൊള്ളുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മതത്തിൽ മടുത്തുപോയ ഒരാളായിരുന്നു. ഈ മതം കൊണ്ട് അധിക നാൾ മുന്നോട്ട് പോകാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു. അതിനപ്പുറത്ത് എന്തൊക്കെയോ അന്വേഷിച്ചിരുന്ന ഒരാളായിരുന്നു. വളരെ സിൻസിയറായ ഒരു അന്വേഷിയെ, ഒരു അന്വേഷകനെ, ഒരു ദൈവ സമ്പർക്കം ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ഒരാളെ നിക്കോദെമോസിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ളവർ മാത്രമേ യേശുവിനെ തിരിച്ചറിഞ്ഞുള്ളൂ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ദുഃഖകരമായ പാഠങ്ങളിലൊന്ന്. യേശുവിനെ കാണാതെ പോവുകയാണ്. മഹാഭൂരിപക്ഷവും യേശുവിനെ കാണാതെ പോവുകയാണ്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ കാണാതെ പോവുകയാണ്. ജെറുസലേമിൽ യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട അനേകായിരങ്ങളുടെ നടുവിൽ ഈ മനുഷ്യൻ വ്യത്യസ്തനായി നിലകൊള്ളുന്നത്, അയാൾ യേശുവിനെ ശ്രദ്ധിച്ചപ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന മനോഹരമായ ചില കാര്യങ്ങളെ അദ്ദേഹത്തിന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും തക്കവിധം അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറക്കപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. ഇത് എനിക്ക് നിങ്ങൾക്കും ബാധകമായൊരു പാഠമാണ്. ദൈവാത്മാവിനോടും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളോടും തുറവിയുള്ളവരായി ജീവിക്കാൻ ഒരു കൃപാവരം നമുക്ക് ഈ ഭാഗം പഠിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കേണ്ടതുണ്ട്. ഫരിസേയരിൽ നിക്കോദെമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അദ്ദേഹം രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രാത്രി അദ്ദേഹം പകലല്ല വരുന്നത്, രാത്രിയിലാണ്. രണ്ട് ആശയങ്ങളാണ് ഈ രാത്രി എന്ന ആ സമയ പശ്ചാത്തലം നൽകുന്നതിലൂടെ യോഹന്നാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തേത്, ഇദ്ദേഹം വരുന്നത് രാത്രിയിലാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വരുന്നത് ഒരു അവിശ്വാസത്തിൻ്റെ തലത്തിലാണ്. അദ്ദേഹം വരുന്നത് രാത്രിയിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം ഇപ്പോൾ ഒരു അവിശ്വാസിയാണ്. അത് ഈ അവിശ്വാസത്തിൻ്റെ ഇരുട്ടാണ്. അത് യേശുവിലുള്ള ആശ്രയക്കുറവിൻ്റെയും യേശുവിലുള്ള വിശ്വാസമില്ലായ്മയുടെയും ഇരുട്ടാണ്. ഇപ്പോൾ അദ്ദേഹം ഇരുട്ടിലാണ്. ബൈബിള് പിന്നീട് അപ്പസ്തോലന്മാർ തങ്ങളുടെ രചനകളിൽ ഉടനീളം ആവർത്തിച്ച് പ്രതിപാദിച്ചിട്ടുള്ളൊരാശയം, ക്രിസ്തുവിലേക്കൊരു വ്യക്തി എത്തുമ്പോൾ അന്ധകാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് അയാൾ പ്രകാശത്തിൻ്റെ രാജ്യത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയാനാണ് പലപ്പോഴും ഈ അപ്പസ്തോലന്മാർ യേശുവിലേക്ക് എത്തുന്ന ഒരു ജീവിതയാത്രയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ കൊളോസോസ് ലേഖനത്തിൽ പറയും, അന്ധകാരത്തിൻ്റെ രാജ്യത്തിൽ നിന്നും തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് അവിടുന്ന് നമ്മളെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് പാപമോചനവും രക്ഷയും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുവിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ പുത്രൻ്റെ ലോകത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ
നിക്കോദേമോസ് ഇപ്പോൾ ഈ 3-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്യങ്ങൾ പ്രതിപാദിക്കുന്ന സമയത്ത് ഇരുട്ടിലാണ്, രാത്രിയിലാണ്. അയാൾ യേശുവാകുന്ന വെളിച്ചത്തിലേക്ക് പൂർണ്ണമായും എത്തിയിട്ടില്ല. നിക്കോദേമോസ് യഥാർത്ഥത്തിൽ ആ വെളിച്ചത്തിലേക്ക് പൂർണ്ണമായും എത്തുന്നത് ഈ യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കാറാകുമ്പോഴാണ്. ഇനിയൊരു 2 സന്ദർഭങ്ങളിൽ കൂടി നിക്കോദേമോസിനെ നമ്മൾ കാണും. ഏതാണ്ടൊരു മധ്യഭാഗത്തേക്ക് എത്തുമ്പോൾ നിക്കോദേമോസിൻ്റെ ഒരു ഇടപെടലുണ്ടാവും. അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈശോയുടെ മരണത്തിന് ശേഷം ഈശോയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടും നിക്കോദേമോസിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള നിക്കോദേമോസിൻ്റെ യാത്ര ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 21 അധ്യായങ്ങളിലും നീണ്ടു കിടക്കുന്ന ഒരു യാത്രയാണ്. അപ്പോൾ നിക്കോദേമോസ് യഥാർത്ഥത്തിൽ ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിക്കുന്ന ഒരാളുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭമായിരിക്കുന്നു. ഈ വായനക്കാരൻ ഇപ്പോൾ ഇരുട്ടിലാണ്. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇപ്പോൾ ഇരുട്ടിലാണ്. എന്നാൽ ഈ പ്രകാശ ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിക്കുന്ന ഒരു ജനത യേശുവിലേക്ക് എത്തുന്നതിന് മുമ്പ് നിൽക്കുന്ന ആ ഇരുട്ടിൽ നിന്നും യേശുവിലേക്ക് എത്തിക്കഴിയുമ്പോൾ പ്രകാശത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ടാണ് പുത്രനെ സ്വീകരിക്കുന്നവനിൽ പ്രകാശമുണ്ട്, നാം വെളിച്ചത്തിൽ ആയിരിക്കുന്നത് എന്നൊക്കെ യോഹന്നാൻ പിന്നീട് പറയും. അവനോട് സംസർഗമുള്ളവൻ അവൻ പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിലാണ് എന്നൊക്കെ പിന്നീട് യോഹന്നാൻ പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇരുട്ട് എന്ന് പറയുന്നത് ഒരു സമയത്തെ, നിക്കോദേമോസ് വന്ന സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് എന്നതിനധികം നിക്കോദേമോസിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന, അയാളുടെ ആ വ്യക്തി ഇപ്പോൾ നിലകൊള്ളുന്ന അന്ധകാര രാജ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് വേണം പരിഗണിക്കാൻ. അതാണ് രാത്രിയിൽ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തേത്, ഈ രാത്രിയുടെ മറ്റൊരു ആശയം, മറ്റൊരു അർത്ഥം, ഈ നിക്കോദേമോസ് ഇപ്പോൾ യേശുവിൽ ഒരു ആഭിമുഖ്യം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സംഭാഷണത്തിന് ശേഷവും അദ്ദേഹം യേശുവിനെ പൂർണ്ണമായി ഏറ്റുപറയാൻ മാത്രം ഒരു വെളിച്ചത്തിലേക്ക് വന്നിട്ടില്ല. അല്ലെങ്കിൽ വെളിച്ചത്തിൽ യേശുവിനെ ഏറ്റുപറയാനുള്ള ഒരു ധൈര്യത്തിലേക്ക് നിക്കോദേമോസ് ഈ സംഭാഷണം, യേശുവുമായുള്ള സംഭാഷണം കഴിയുമ്പോഴും എത്തിച്ചേരുന്നില്ല. എപ്പോഴാണ് നിക്കോദേമോസ് അതിലേക്ക് എത്തിച്ചേരുന്നത്? അത് ഈശോ മരിച്ച ദിവസമാണ്. ഈശോയുടെ മരണം സംഭവിക്കുന്ന ദുഃഖവെള്ളിയിൽ അന്ന് വൈകുന്നേരമാണ് നിക്കോദേമോസ് എന്ന് പറയുന്ന ഈ ശിഷ്യൻ, ഈ യഹൂദ പ്രമാണി, ഈ ഫരിസേയൻ യേശുവിനെ വെളിച്ചത്തിൽ പരസ്യമായി ഏറ്റുപറയുന്നത്. അപ്പോൾ ഇരുട്ട് എന്ന് സൂചിപ്പിക്കുന്നത് യേശുവിനെ പരസ്യമായി എല്ലാവരുടെയും മുമ്പിൽ രക്ഷകനും നാഥനുമായി ഏറ്റുപറയാനാവാത്ത അവസ്ഥയാണ് ഇരുട്ട്. ആ ഇരുട്ടിൽ നിക്കോദേമോസ് യേശുവിനെ കാണാനെത്തുകയാണ്. ഇത് നമുക്ക് വലിയൊരു പാഠമാണിത്. ഞാൻ പറയുന്നത്, ഇന്ന് ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിലെ ഒരു മഹാഭൂരിപക്ഷവും ഈ ഇരുട്ടിലാണ്. യേശുവിനോട് ആഭിമുഖ്യമുള്ള ഒരു ജനത, അവരിൽ ഒരു മഹാഭൂരിപക്ഷവും ഈ ഇരുട്ടിലാണ്. എന്ന് വെച്ചാൽ യേശുവിനെ പരസ്യമായി രക്ഷകനായി, ദൈവമായി, നാഥനായി, ലോകത്തിൻ്റെ ഏകരക്ഷകനായി, രക്ഷയ്ക്കുള്ള ഏക വഴിയായി ഏറ്റുപറയാനുള്ള മടി ഇന്ന് അനേകായിരങ്ങളിൽ, അനേക ലക്ഷങ്ങളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഇരുട്ടിലാണ്. അവർ നിക്കോദേമോസിനെ പോലെ പ്രകാശത്തിൽ യേശുവിനെ പ്രഖ്യാപിക്കാൻ മടി കാണിക്കുന്നവരാണ്. പ്രകാശത്തിൽ തൻ്റെ മക്കളാക്കി നമ്മളെ മാറ്റിയ യേശുവിനെ ഏറ്റുപറയാൻ ലജ്ജയുള്ളവരാണ്. അപ്പോൾ അതും ഒരു തരത്തിൽ ഒരു ഇരുട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിക്കോദേമോസ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയും അദ്ദേഹത്തിന് യേശുവിനെ ഏറ്റുപറയാനുള്ള അവസ്ഥയും യഥാർത്ഥത്തിൽ ഒരു അന്ധകാര നിർഭരമായ അവസ്ഥയാണ്. രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. അദ്ദേഹം യേശുവിനെ വിളിക്കുന്നത് റബ്ബി, ഗുരു എന്നാണ്. അദ്ദേഹത്തിന് യേശുവിനോട് താല്പര്യമുണ്ട്. ഗുരു, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു.
അപ്പോൾ നിക്കോദെമോസിൻ്റെ മറ്റൊരു നന്മ ഇതാണ്, ഈ യേശുവിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ മാനുഷികമായി അയാൾ വായിച്ചെടുക്കുന്നില്ല. ഇതൊക്കെ മനുഷ്യൻ്റെ പ്രവൃത്തിയായി അദ്ദേഹം വിലയിരുത്തുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കരിസ്മാറ്റിക് നവീകരണമൊക്കെ ആരംഭിച്ച കാലത്ത് രോഗശാന്തികൾ ഉണ്ടാകുമ്പോൾ അതിനെ മാസ് ഹിസ്റ്റീരിയയുടെ ഭാഗമായും അതിനെ മനഃശാസ്ത്രപരമായും വിശദീകരിച്ചിട്ട് അതിലെ ഒരു ദൈവികതയെ ദൈവികതയെ അംഗീകരിക്കാൻ മടി കാണിച്ച, ദൈവികതയെ അവഗണിച്ച് കളഞ്ഞ ഒരു ജനതയെ നമ്മൾ ഓർക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരു അന്തരീക്ഷം നമുക്കിടയിലുണ്ട്. അത്ഭുതങ്ങളെ ദൈവത്തിൻ്റെ പ്രവൃത്തികളായി കാണാനാവാത്തൊരവസ്ഥ അനേകരുടെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവപ്രവൃത്തികളെ മാനുഷികമായി മാത്രം കണ്ട് അതിൻ്റെ വില കുറച്ച് കാണുന്ന ഒരു സമീപനം, അത് അനേകരുടെ ഇടയിൽ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ നിക്കോദെമോസ് പറയുന്നത്, അങ്ങ് ചെയ്ത അടയാളങ്ങൾ അത് അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരാളാണ് എന്നതിൻ്റെ തെളിവാണ്. എല്ലാ അത്ഭുതങ്ങളും ദൈവികമാകണമെന്നില്ല എന്ന സത്യം നിലനിൽക്കുമ്പോൾ തന്നെ നിക്കോദെമോസ് പറയുന്ന ഒരാശയം വളരെ പ്രസക്തമാണ്, കാലികമാണ്. അദ്ദേഹം പറയുകയാണ്, ഇത്തരം അടയാളങ്ങൾ അങ്ങയുടെ കൂടെ ദൈവമുണ്ട്, അങ്ങ് ദൈവത്തിൻ്റെ ആളാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇത്രയും വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ 2 വാക്യങ്ങൾ നിക്കോദെമോസ് എന്ന മനുഷ്യൻ്റെ സത്യസന്ധതയെയും അന്വേഷണത്വരയെയും ദൈവ ആഭിമുഖ്യത്തെയും മനുഷ്യനിലെ നന്മയെ അംഗീകരിക്കാനുള്ള കഴിവിനെയും സത്യം വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ അതിന് നേരെ വളരെ സുതാര്യമായ ഒരു ഹൃദയത്തോടെ സമീപിക്കാനാവുന്ന ഒരവസ്ഥയുമൊക്കെ സൂചിപ്പിക്കുകയാണ്. നമുക്ക് ഇനി 3-ാമത്തെ വാക്യം മുതൽ വളരെ ഗൗരവതരമായ, ഉയർന്ന നിലവാരമുള്ള, വളരെ ആഴമായ അപഗ്രഥനങ്ങൾ ആവശ്യമുള്ള ഒരു സംസാരത്തിലേക്ക് യേശു നിക്കോദെമോസിനെ ക്ഷണിക്കുന്നതാണ്. നമ്മളത് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ നിക്കോദെമോസിനെ പോലെ ദൈവിക പ്രവർത്തനങ്ങളോട് തുറവിയുള്ളവരായി മാറാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നമുക്ക് ചോദിക്കുകയും ചെയ്യാം. കർത്താവായ യേശു ഈ വചനം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദൈവവചനത്തോടുള്ള ദാഹത്തിനും ദൈവവചനം പഠിക്കാനുള്ള ആഗ്രഹത്തിനും കർത്താവ് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ വർഷിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും നിങ്ങളെ ആകുലപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന സംഭവങ്ങളിലും സന്ദർഭങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളും കാണാൻ ഈ വചനം പഠിക്കുന്ന നിങ്ങൾക്ക് ഇടയാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിന് പരമേൽപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.